ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഈദിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിതപ്പം ഇന്ന് ബേബിയുടെ ആദ്യത്തെ ഈദ് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് ഇവിടെയാണ്. പിന്നെ ഇസുകുട്ടൻ്റെ ഈദും ഇസുകുട്ടനും ഇവിടെ എൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങോട്ട് പോകും. അപ്പം രാവിലെ ഞാൻ കുറച്ചൊന്ന് നേരം വൈകിയിട്ടുണ്ട്. രാത്രി മോള് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ അവൾ ഉറങ്ങാത്തതിനെ കൊണ്ട് തന്നെ രാവിലെ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റ്. അപ്പോഴേക്ക് ഇതാ ഉമ്മ ഇവിടെ തകൃതിയായി പണികൾ തുടങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. നല്ല പുട്ടും പഴമൊക്കെയാണ് ചായക്ക്. പിന്നെ എനിക്ക് മുട്ട പിഴിഞ്ഞതും പഴം പിഴിഞ്ഞതും പിന്നെ ബൂസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ തന്നെ ഒരു ചെമ്പട്ടി കണ്ടപ്പം അതിൽ പോയി നോക്കിയപ്പോൾ നല്ല അടിപൊളി സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം സേമിയ പായസം നന്നായിട്ട് ഇങ്ങനെ കുറുകി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അമ്മേനോട് പറഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ചൊന്ന് പാലും പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ട്. സേമിയ പിന്നെ നമുക്ക് എന്തായാലും ഈ ഒരു ചൂടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ വെന്തിട്ട് ഇങ്ങനെ കുറുകി വരുമല്ലോ. അപ്പോൾ മോള് പെട്ടെന്ന് ഞാൻ ചായ കുടിക്കാതിരുന്നപ്പോൾ തന്നെ എണീറ്റുകൊണ്ട് മോളെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പെട്ടെന്നാണ് ഇന്നലെ നോമ്പൊക്കെ കഴിഞ്ഞ് നമ്മളെ ഈദും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതല്ല അല്ലേ. അപ്പോൾ ഏക്കും ഫുള്ള് ആൾക്കാരെ തിരക്കായിട്ട് നമുക്കൊക്കെ സാധനം കിട്ടിയപ്പോഴത്തേനും 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉമ്മയുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ ഉറങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും രാവിലെ തന്നെ നേരത്തെ ഉമ്മ എണീച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ ഇത് അവിടെ പൊരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിഷ് നല്ല തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ പൊരിച്ചിട്ട് വെക്കുന്ന ബിരിയാണിയാണ്. അപ്പോൾ അതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബീഫ് ഇതാ വരട്ടാൻ പാകത്തിന് ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഉമ്മ ഒറ്റയ്ക്കാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. നമ്മളൊക്കെ ഉള്ള ആ ഒരു കാലത്തൊക്കെ ഉപ്പായിരുന്നു ബിരിയാണി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഉപ്പ ബിരിയാണി വെക്കും. പിന്നെ നല്ല അടിപൊളിയായിട്ട് ബീഫൊക്കെ വരട്ടാറുണ്ട്. ഇപ്പം എന്താ അറിയില്ല, ഭയങ്കര മടിയനായിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. ഉമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ കൂടി കൊടുക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ടൈം ആയതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരിയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഏതായാലും ഉമ്മക്ക് ദീർഘായുസ്സും ആഫിയത്തൊക്കെ പഠിച്ചുകൊണ്ട് കൊടുക്കട്ടെ ആമീൻ. അപ്പോഴാണ് നമ്മളെ ദിയമോൾ ഇതവിടെ റൂമൊക്കെ അടിച്ച് വരാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ബെഡൊക്കെ ഇതാക്കി വിരിച്ച് നല്ല സൂപ്പറാക്കി അവൾക്കും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ ബേബീനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഈദാണെന്ന് മനസ്സിലാക്കുന്നതെന്ന് തോന്നുന്നു. അവളും ഉറങ്ങുന്നില്ല. അങ്ങനെ പിന്നെ അവളെ ആട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറക്കിയതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ ശരിക്കും പള്ളിയിൽ നിന്ന് ഇതൊക്കെ കേൾക്കുന്നത്. അല്ലെങ്കിൽ പള്ളിയിൽ നിന്നുള്ള ദിക്റൊക്കെ പണ്ടൊക്കെ നല്ലോണം രാത്രി മുതലേ നമുക്ക് കേൾക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നിസ്കരിക്കാനൊക്കെ പോണ ആ ടൈമിൽ മാത്രമേ ഇപ്പം പുറത്തേക്ക് കേൾക്കുന്നുള്ളൂ. ഓരോരുത്തരും ഇങ്ങനെ നിസ്കരിക്കാനായിട്ട് നല്ല പുതിയ കുപ്പായം കാര്യങ്ങളൊക്കെ ഇട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസുട്ടനാണെങ്കിൽ ഇന്നലെ നമ്മളെ കൂടെ നേരം വൈകി ഇറങ്ങിയതുകൊണ്ട് അവൻ എത്ര വിളിച്ചിട്ടും പള്ളിയിൽ പോകാൻ വേണ്ടി എണീക്കുന്നില്ല കേട്ടോ. ഈദ് മുബാറക്, ഹൈറ് മുബാറക് പറയും. മമ്മ പറഞ്ഞില്ലേ, എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, ഇനി നല്ല ഈദാ. അല്ല മമ്മൻ്റെ കുട്ടി പള്ളിയിൽ പോണില്ല, കുളിച്ച് മാറ്റി. എന്തോ അങ്ങനെ പറയല്ലോ. നല്ല പുതിയ കുപ്പായൊക്കെ ഇട്ട് പള്ളിയിൽ പോണ്ടേ? ഇനി ഇവിടെ ഒന്ന് കിടന്നു തുടങ്ങിയേ. ഇത്തപ്പൻ്റെ കഥ എന്തപ്പോ ഇത് കഥ? പള്ളിയിൽ പോകണോ? എല്ലാരും ഇതാ തക്ബീറല്ലേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ചുട്ട ചൊല്ലണില്ല? കാലിന് വേദന ഉണ്ടോ? അമ്മൻ്റെ കുട്ടീൻ്റെ മുറി എന്തായി? മുറി എന്തായി? വലിയ മുറി അയക്കണ്. ഒരു ഉറുമ്പെന്തോ കടിച്ചതേനി അല്ലേ? സാരിയമ്മച്ചി അതിന് കുളിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഓയിൽമെൻറ്റ് പറ്റുക. അപ്പോൾ പോവും. ഓക്കേ, വാ നമുക്ക് പോയി പല്ലൊക്കെ തേക്കണോ, പുതിയ ഡ്രസ്സ് മാറ്റണോ, എന്തൊക്കെയാ പണിയുണ്ടോ? കമോൺ ജി. ഉമ്മാൻ്റെ മസാലയൊക്കെ ഇതാ ഇവിടെ ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ നല്ല വെള്ളമൊക്കെ വെച്ചിട്ട് അപ്പോഴേക്കും ഇത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അടുപ്പത്തല്ല, അടുപ്പ് കത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടുള്ളൂ. അപ്പം അതിലേക്ക് അരിയൊക്കെ ഇട്ട് തിളപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നേരത്തെ ഇതാ ദിയമോളെ പണിയൊക്കെ കഴിഞ്ഞ് അവളിതാ പുട്ട് നല്ല അടിപൊളി പഴമൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏതായാലും കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത നാസ്ത. അപ്പോഴേക്ക് ചിലപ്പോൾ നമുക്ക് ചോറ് കഴിക്കാനായിട്ടുണ്ടാവും.
പിന്നെ ഇതാ ഇവിടെ മസാലയൊക്കെ റെഡിയായി ദമ്മിടുന്ന പരിപാടിയിലാണ്. അപ്പോൾ ആ ഒരു ദമ്മിടൽ നമുക്ക് എത്രയായാലും ബിരിയാണി ദമ്മിടുന്ന കാണാൻ ഭയങ്കര രസമാണ് അല്ലേ. ആദ്യം ആ ഒരു മസാലയൊക്കെ വെച്ചിട്ട് അങ്ങനെ പിന്നെ അതിൻ്റെ മേലെ ഓരോരോ തട്ടായിട്ട് ഇങ്ങനെ നമ്മൾ വെക്കും, കേക്ക് പോലെയല്ലേ നമ്മൾ ഉണ്ടാക്കുക. അപ്പം ഉമ്മ പെട്ടെന്ന് തന്നെ ഓരോരോ കാര്യങ്ങൾ ഊറ്റി വെച്ചിട്ടല്ല, ഊറ്റിയതിൻ്റെ അതോടൊക്കെ തന്നെയാണ് കേട്ടോ ഇതിലിടുന്നത്. അപ്പം ഞാനിങ്ങനെ ഇത് ആവി പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ ബ്ലറായി പോകുന്നുണ്ട് കേട്ടോ. ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി തീരുമാനവും പിന്നെ കുട്ടീനെ കുളിപ്പിക്കാനുണ്ട്. കുട്ടീനെ ഉമ്മ അന്ന് സാധാ ഒരു കുളിയാണ് കേട്ടോ കുളിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഞാനും എണ്ണ തേച്ചൊന്നും കുളിക്കുന്നില്ല, സാധാ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ എൻ്റെത് ഞാൻ തന്നെ ചെയ്തോളും. മോളെ കുളിപ്പിക്കാൻ പിന്നെ ഉമ്മ ആണുള്ളത്. അപ്പോൾ ഉമ്മാൻ്റെ ഈ ഒരു ദമ്മടൽ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഇസുബേബി ഉണ്ട്. ഇസുബേബി പിന്നെ അവളെ ഏതെങ്കിലും ഒരു മുക്കൊന്ന് മൂലന്ന് ഏതെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ മതി, മൂപ്പര് ഓടി വന്നിട്ട് ബേബിനെ ഇടങ്ങേറാക്കും. ഉമ്മ വെച്ചിട്ടും ഒന്നാക്കിയിട്ടും ആയിട്ട് സ്നേഹം കൊണ്ടാണ്. പിന്നെ അതാ ദിയമോള് അപ്പോഴേക്കും കുളിച്ച് മാറ്റി റെഡിയായിട്ട് ഈദ് നമസ്കാരമൊക്കെ നിസ്കരിക്കുന്നുണ്ട്. മാഷാ അല്ലാ. പിന്നെ നമ്മളെ കുട്ടീനെ കുളിപ്പിക്കാൻ കൊണ്ടായപ്പോൾ ഞാൻ അവർക്ക് 2-3-4 കൂട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചിലപ്പം മക്കളല്ലേ ഛർദിക്കുക ആക്കുക എന്തെങ്കിലും ചെയ്യാമെന്ന് അറിയില്ലല്ലോ. അപ്പം അവളെ മെയിനായിട്ടുള്ള ഡ്രസ്സാണിത്. അപ്പോൾ ഇന്ന് അതാണ് പോകുമ്പോൾ ആയാലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഇങ്ങനെ എക്സ്ട്രാ ഇൻഷാ അല്ലാ മാറ്റാൻ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു ഡ്രസ്സുകൾ, ബേബീസിൻ്റെ ഡ്രസ്സ് തന്നെ കാണാൻ നല്ല രസമാണല്ലോ. അപ്പോൾ സുനിക്ക് അവിടുന്ന് 2-3-4 പ്രാവശ്യമായിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ, മാറ്റി കഴിഞ്ഞില്ലേ നമ്മൾ വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഉമ്മ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ സുനിക്ക പെട്ടെന്ന് വന്നിട്ട് ഞാനൊന്ന് സഹായിച്ചരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സുനിക്ക എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബേബിനൊക്കെ മാറ്റി കിടത്തിയിട്ടുണ്ട്. പിന്നെ ഇസുക്കുട്ടനെ എന്താ സുനിക്ക മാറ്റിക്കാൻ. അപ്പോൾ മാറ്റിക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇസുവിൻ്റെതും അതുപോലെ തന്നെ സുനിക്കാൻ്റെതും ഏകദേശമൊക്കെ ഒരു കോയിൻസിഡൻസിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഡ്രസ്സ് സത്യം പറഞ്ഞാൽ അങ്ങനെ നോക്കിയെടുത്തതൊന്നുമല്ല, പിന്നെ അവൻ്റെത് വേറെ സ്ഥലത്തു നിന്ന് സുനിക്കാൻ്റെ വേറെ അങ്ങനെ വാങ്ങിച്ചതല്ലേ. അപ്പം അവൻ്റെ സെലക്ട് ചെയ്ത് സനു ആണെന്ന് പറഞ്ഞ് ഏതായാലും അൽഹംദുലില്ലാ പ്രാവശ്യം രണ്ടുപേരും നല്ല മാച്ചായി. പിന്നെ സുനിക്കാക്ക് ഇതാ പായസവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പം സുനിക്ക് ഇവരെ ഫുഡ് കഴിക്കാതെ വന്നതാണ്. പിന്നെ ഇവിടുത്തെ ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം, നമ്മളെ അവിടെ കാത്തിക്കാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഏതായാലും അങ്ങനെ ഇറങ്ങിട്ടോ. നമ്മളെ ഇസുക്കുട്ടൻ്റെ ഔട്ട്ഫിറ്റാണ് ഇട്ടത്. മാഷാ അല്ലാ നല്ല രസമുണ്ടായിരുന്നു അവനിട്ടിട്ട്. പക്ഷേ അവനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവനെ കിട്ടിയിട്ടില്ല കേട്ടോ, കുറേ നേട്ടം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇതാ നമ്മളെല്ലാവരോടും പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പം അനിയത്തേക്കൊക്കെ ഒരു വിഷമമുണ്ട് നമ്മളിങ്ങനെ പോകുന്നതുകൊണ്ട്. പിന്നെ ഏതായാലും പിന്നെ പോയിട്ട് വേഗം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും കേട്ടോ നമ്മൾ. നമ്മൾ പോയി അസ്സലാമു അലൈക്കും ഇപ്പ പോയി വരാം. അസ്സലാമു അലൈക്കും. അമ്മ ഇത്ര ടോക്സിക് ആണോ കമന്റ്? മാഷാ അല്ലാ ഏതായാലും ഇസുകുട്ടന് കുറേയൊക്കെ മെച്ചൂർഡായ രീതിയിൽ തന്നെ. കാരണം ബേബിനെ ഞാൻ മടി വെക്കുമ്പോൾ അവന് ആദ്യം എൻ്റെ മടിയിലിരുന്നിട്ടല്ലാതെ കാറിൽ യാത്ര ചെയ്തിട്ടില്ലേനു. അപ്പോൾ ഇപ്പോൾ അവനെന്നെ കണ്ടറിഞ്ഞിട്ട് ബാക്കിലൊക്കെ ഇങ്ങനെ കയറും. പിന്നെ ഇടയ്ക്കൊന്ന് അവന് ഉറക്കം വരുന്ന ടൈമിലൊക്കെ ഒന്ന് അവനെടുത്ത് ഇരുന്നാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മളിപ്പം ഒരുമിച്ച് പോവുകയാണ്. മാഷാ അല്ലാ ഞാൻ വിചാരിച്ചിട്ടില്ല, കാരണം ഈ ഒരു ഇതിന് ചിലപ്പോൾ ഒരുമിച്ചുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ലേനു. ഏതായാലും അൽഹംദുലില്ലാ ഒരുമിച്ച് തന്നെ അവിടെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. അപ്പം അമ്മക്കില്ലേ അല്ലേ സുനിക്ക, ഈ പെരുന്നാക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇതുവരെ 3 പേരല്ലേനോ, ഇപ്പൊ 4ാമത്തെ ഒരു വ്യക്തി കൂടി ഇതാ നമ്മളെ കൂടെ ഉണ്ട്. അടുത്ത പെരുന്നാക്ക് 5 ആവട്ടെ. ശരി എന്നാ നമുക്ക് നോക്കിയെടുക്കാം. ഈ
വേണ്ട വേണ്ട ആരപ്പ രണ്ടാളും ഒരുമിച്ച് കുറച്ച് മെല്ലിനോള് അതെ ഞാൻ തടിച്ചിട്ടൊന്നുമില്ല എവിടെ എന്നിട്ട് ഇങ്ങനെ ആയിനെ? തടിക്കണ്ടല്ലോ അതെന്തറിയോ ഈ ഡ്രസ്സിന്റെ ഇതാണ് ആയിക്കോട്ടെ. പിന്നെ കുറ്റാക്കല്ല ആൾക്കാരുടെ സെലക്ഷൻ ആയതുകൊണ്ട് പിന്നെ നമ്മൾ കയറി എല്ലാവരെയൊക്കെ കണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. മോളെ എന്നെയൊക്കെ കണ്ടതിൽ കുറച്ച് ദിവസമായല്ലോ, അതായത് ഇപ്പം 28 ദിവസമായി അൽഹംദുലില്ലാ. അപ്പം 28 ദിവസത്തിലൊന്നും ആരും അങ്ങനെ കൊണ്ടുപോകില്ല ആക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ പോലെ ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് കേട്ടോ, എന്താ പറയുക, നമ്മൾ മോളെ ആദ്യം തന്നെ കയറ്റിയതാണല്ലോ. പിന്നെ നോമ്പിന് ഒരു നോമ്പും നമ്മളിവിടെ ഒന്ന് തുറന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും പെരുന്നാൾ വരൽ നിർബന്ധമാണല്ലോ അല്ലേ. അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. മാഷാല്ലാ അടിപൊളി ഫുഡാണ്. എല്ലാവരും കൂടി ഇരുന്നിട്ട് കുറേ നാളിന് ശേഷമാണ് കേട്ടോ. അപ്പം മിന്നത്തേയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. മിന്നത്തേൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റി. ഏതായാലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇതാ മക്കൾ വന്നിട്ട് മോളെ വളഞ്ഞ് ഓരോരോ കാര്യങ്ങൾ ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര മൂന്നാളെ കൂടി ഓപ്പറേഷൻ ചെയ്യാണിപ്പോ. അത് എന്റെ 8 മാസം കഴിഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ മറന്നുപോയാല് ആയുസ്സും ആരോഗ്യം അള്ളാഹ് നീട്ടിയിരട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഉമ്മാൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസം ഇതുവരെ മാർച്ച് 18-നാണ് ഇസുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അന്നൊക്കെ ഫുള്ള് ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു ഈദിൻ്റെ ആ ഒരു തിരക്കിൽ പെട്ടുകൊണ്ടാണോ എന്താ എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. ഏതായാലും ഓർമ്മ ഇല്ലാത്തതിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ ഏതായാലും ഉമ്മാനോടൊക്കെ പറഞ്ഞ് ഒക്കെ തീർത്ത് പിന്നെ നമ്മൾ കുറച്ച് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ തന്നെ തിരിച്ചിതാ അങ്ങോട്ട് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്റെ റബ്ബേ, അമ്പ കുറച്ച് കഴിഞ്ഞിട്ട് പോവുള്ളൂ. വാ ആടെ പോരിട്ടോ. ആയിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞാൽ പോകുമ്പോൾ കയറിയാ പോരെ. എന്തിനാ ഇപ്പൊ ചൂടത്ത് നിൽക്കണേ? ഇവിടെ ഫാനിന്റെ കാറ്റത്ത് നിന്നോ. അത് വേണമെങ്കിൽ നിന്നോ. അപ്പൊ ദിയമോളെ ഔട്ട്ഫിറ്റാണ് ഇത്, ഇതിന്റെ ഔട്ട്ഫിറ്റ്. വാവോ വാവോ, ഫുൾ ഗൗൺ ആണല്ലോ. ഓ ശരി എന്നാ. ഇത് നമ്മളെ അനുമാനിൻ്റെ ഇതാണ് കേട്ടോ, ഔട്ട്ഫിറ്റാണ്. ഇത് ഔട്ട്ഫിറ്റാണ് നമ്മളെ ഇസ്ബല്ല ഫാഷൻസിൽ നിന്ന് എടുത്താണ് കേട്ടോ. നല്ല അടിപൊളി, അവൾക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മൾ അനാർക്കലിയാണ് കേട്ടോ. പിന്നെ നമ്മളെ വെല്ലിപ്പ അവിടെ കിടക്കും. ഓ പുതിയ കുപ്പായൊക്കെ ഇട്ട് കിടക്കല്ലേ. പെരുന്നാളായിട്ട് നിങ്ങൾ ഉറങ്ങ. ആരൊക്കെ നിങ്ങള് കാണാൻ വന്നേ? വാപ്പ നല്ല ഉറക്കില, വാപ്പ നല്ല ഉറക്കിലാണ് മക്കൾ. എന്ത് ചെയ്യും? എന്നാ കുറച്ചു നേരം ഉറങ്ങിയിട്ട് നീക്കിട്ടോ അമ്മ വർത്താനം പറയാണ്ട് കേട്ടോ. ഓക്കെ. അങ്ങനെ ഞാനും സുനിക്കയോടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അൽഹംദുലില്ലാ റാഹത്തായി. നല്ല അടിപൊളി ബിരിയാണിയും ഇറച്ചി വരട്ടിയതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇസുക്കുട്ടിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് കുറച്ച് നേരമായിട്ടുള്ളൂ കഴിച്ചിട്ട്. അപ്പം അൽഹംദുലില്ലാ നമ്മളെ ഇന്നത്തെ വ്ലോഗ് നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വ്ലോഗായിട്ട് കാണാം.